ഇന്നത്തെ വീഡിയോയിലൂടെ തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതിയുടെ നടതുറ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും ചില കാഴ്ചകളും നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം. ഇതുവരെയും അവിടെ പോകാൻ കഴിയാത്തവർക്ക് ഈ വീഡിയോയിലൂടെ കുറച്ച് ദൃശ്യങ്ങൾ കാണാൻ കഴിയും, അവിടുത്തെ കുറച്ച് കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. ഇനി പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക്, ഇതുവരെ പോയിട്ടില്ല, ഈ വർഷം പോകണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഒരു പ്രചോദനവുമാകും എന്നു കരുതിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ജനുവരി 6-ാം തീയതി ദേവിയുടെ സന്നിധി അടയ്ക്കും. ദൃശ്യങ്ങൾ പകർത്താൻ അവിടുത്തെ തിരക്ക് കാരണം സാവകാശം ലഭിച്ചിട്ടില്ല. വീഡിയോ ഓഡിയോ ക്വാളിറ്റി കുറച്ച് മോശമായെങ്കിൽ ക്ഷമിക്കുക. ദേവിയുടെ അനുഗ്രഹത്താൽ ഈ വർഷവും ദേവിയെ കാണാനും തൊഴാനും അനുഗ്രഹം നേടാനും കഴിഞ്ഞു എന്ന സന്തോഷ വാർത്തയാണ് എനിക്ക് ആദ്യം നിങ്ങൾ എല്ലാവരുമായി പങ്കുവെക്കാനുള്ളത്. ഓൺലൈൻ മുഖേന വെർച്വൽ ക്യൂവിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. 11 മണിയുടെ സ്ലോട്ടാണ് ബുക്ക് ചെയ്തത്. എന്നാൽ 9 മണിയാവുമ്പോൾ തന്നെ അവിടെ എത്തി. ദേവസ്വം പാർക്കിംഗ് ലോട്ടിലാണ് ചെന്നു കയറിയത്. വളരെ വലിയ വിസ്താരമുള്ള ഒരു മൈതാനമാണ്. അവിടെ എല്ലാം വാഹനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ചെറിയ വണ്ടികൾ, വലിയ വണ്ടികൾ, വാനുകൾ, ബസ്സുകൾ എന്നു വേണ്ട പലതരം വാഹനങ്ങളും അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ജനങ്ങൾ ഓരോ വണ്ടികളിൽ നിന്നും ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദർശനം ലഭിക്കാൻ ബുദ്ധിമുട്ടാകുമോ എന്നെല്ലാം കുറച്ചു നേരം ചിന്തിച്ചു. ദേവിയെ മനസ്സിൽ വിചാരിച്ച് ക്ഷമയോടുകൂടി ക്യൂവിൽ നിന്ന് ദർശനം ചെയ്യാമെന്ന് ഒരു സങ്കല്പം മനസ്സിൽ എടുത്ത് മുന്നോട്ട് നടന്നു. പാർക്കിംഗ് ലോട്ടിൽ തന്നെ ഒരു വശത്തായിട്ട് വെർച്വൽ ക്യൂ വെരിഫിക്കേഷൻ കൗണ്ടർ ഉണ്ട്. ബുക്ക് ചെയ്തതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് അവിടെ കാണിക്കുമ്പോൾ നമുക്ക് ടിക്കറ്റുകൾ നൽകും. എത്ര ആളാണോ പോകുന്നത് അവർക്കുള്ള ടിക്കറ്റ് അവിടെ നിന്ന് തരും. ഇതെല്ലാം ഫ്രീ ആണ്. വെരിഫിക്കേഷൻ കൗണ്ടറിൽ ഇരുന്ന 2 ചെറുപ്പക്കാർ വളരെ സൗഹാർദ്ദത്തോടുകൂടെ പെരുമാറി. ടിക്കറ്റും വാങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ ദേവസ്വം ബോർഡിൽ നിന്ന് ഉള്ള അറിയിപ്പ് കേട്ടു. അന്നദാനം തുടങ്ങിയ വിവരമാണ് അറിയിപ്പിലൂടെ പറയുന്നത്. 9 മണിക്ക് തന്നെ അന്നദാനം തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ ഭക്തജനങ്ങളെയും അവിടേക്ക് ക്ഷണിക്കുകയാണ് അറിയിപ്പിലൂടെ. ഇത്തരത്തിലുള്ള ഒരറിയിപ്പ് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയായിട്ടാണ് തോന്നിയത്. എന്തായാലും നേരെ ദേവിയുടെ സന്നിധിയിലേക്കുള്ള ക്യൂവിൽ പോയി ചേരാനായി വേഗം മുന്നോട്ട് നടന്നു. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും സെക്യൂരിറ്റി ജീവനക്കാരുണ്ട്. അവർ നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ തരും. അങ്ങനെ അവരുടെ സഹായത്തോടുകൂടി വെർച്വൽ ക്യൂവിന്റെ ഭാഗമായി. വെർച്വൽ ക്യൂവിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ മുഴുവൻ ജനത്തിരക്കാണ്. നേരത്തെ ബുക്ക് ചെയ്യാതെ വരുന്നവരുടെ ജനറൽ ക്യൂ വേറെ ഭാഗത്താണ്. അവിടെ വെർച്വൽ ക്യൂവിലുള്ളതിനേക്കാൾ വലിയ തിരക്കാണ്. ഒരു 9 മണി കഴിഞ്ഞു 10 മിനിറ്റ് ആകുമ്പോൾ വെർച്വൽ ക്യൂവിൽ പ്രവേശിച്ച് ഒരു 10 മണി കഴിഞ്ഞൊരു 10 മിനിറ്റ് ആകുമ്പോഴേക്ക് ദർശനം കഴിഞ്ഞ് നാലമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞു. സെക്യൂരിറ്റി ജീവനക്കാരുടെയും ക്ഷേത്രം ജീവനക്കാരുടെയും കഠിനമായ പ്രയത്നം കൊണ്ടാണ് ഇത്രയും എളുപ്പത്തിൽ ദർശനം സാധ്യമായത്. വെർച്വൽ ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നല്ല കാറ്റോട്ടം, ഫാൻ സൗകര്യം, നല്ല ചൂടുള്ള കുടിവെള്ളം എന്നീ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. വെർച്വൽ ക്യൂവിൽ നിന്ന് കുറച്ചുപേരെ ദർശനത്തിനായി അകത്തേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ വെർച്വൽ ക്യൂ ക്ലോസ് ചെയ്യും. അതിനുശേഷം ജനറൽ ക്യൂവിൽ നിന്ന്, അതായത് ബുക്ക് ചെയ്യാതെ വന്നവരിൽ നിന്ന് കുറെ പേരെ അകത്തേക്ക് പ്രവേശിപ്പിക്കും. അതിനുശേഷം ആ ക്യൂ ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ക്യൂ വീണ്ടും തുറക്കും. അങ്ങനെയാണ് ഭക്തരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ ക്യൂവിൽ നിന്ന് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു ഫ്ലൈ ഓവർ, ഗുരുവായൂരിലൊക്കെ ഒരു ഫ്ലൈ ഓവർ ഉണ്ടല്ലോ,
ക്യൂവിന് ചെല്ലാൻ, അകത്തേക്ക് ചെല്ലാൻ. അതുപോലെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. ആ ഫ്ലൈ ഓവറിന് മുകളിൽ കൂടെ കയറി വേണം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ. ഈ ഫ്ലൈ ഓവർ താൽക്കാലികമായി ഉണ്ടാക്കിയതാണ്. കാരണം ഈ 12 ദിവസത്തെ തിരക്കു കഴിഞ്ഞാൽ ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഫ്ലൈ ഓവറിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. അവിടെ പടിഞ്ഞാറേ നടയിലേക്ക് എത്തുന്ന ആ ക്യൂ ഇതിലൂടെ പോയി ചേർന്ന ക്യൂ ആണത്. അതിലൂടെ വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. നടയിൽ എത്തുമ്പോൾ പടിഞ്ഞാറ് ദർശനമായി ഇരിക്കുന്ന ദേവിയുടെ അതിമനോഹരമായ രൂപം നമുക്ക് ദർശിക്കാൻ കഴിയും. എന്നാൽ അകത്ത് ക്യാമറ പ്രവേശിപ്പിക്കുന്നത് ശരിയല്ല, അത് അനുവദനീയവുമല്ല. ദേവിയുടെ ദർശനത്തെ പറ്റി എന്തു പറയാനാ? അത്രയും വലിയ സന്തോഷത്തോടുകൂടി ദേവിയെ ദർശിച്ച് ആ വഴിയിലൂടെ നടന്ന് പരമശിവനെയും ദർശനം ചെയ്ത് പുറത്തേക്ക് വന്നാൽ അവിടെ ശ്രീ മഹാദേവന്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ലും നമസ്കരിച്ച് പുറത്തേക്ക് കടക്കാം. നേരെ മുന്നിൽ തന്നെ പലതരത്തിലുള്ള പറകൾ കാണിക്കയായി, കാഴ്ചയായി അല്ലെങ്കിൽ നേർച്ചയായി ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതും കഴിഞ്ഞ് വരുമ്പോൾ നേരെ മുന്നിൽ കാണുന്നത് സതീദേവിയുടെ പ്രതിഷ്ഠയുടെ പിൻവശമാണ്. പ്രതിഷ്ഠയുടെ മുൻവശത്ത് നാം ചിത്രീകരിക്കാൻ പാടില്ലാത്തതാണ്. സതീദേവിയുടെ പ്രതിഷ്ഠയും കടന്ന് ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വരുന്ന സമയത്ത് മറുവശത്ത് ശാസ്താവിന്റെ പ്രതിഷ്ഠയും കാണാം. എള്ളുതിരിയാണ് അവിടെ പ്രധാന വഴിപാട്. മുന്നോട്ട് നടന്ന് വടക്കുഭാഗത്തെത്തുമ്പോൾ അവിടെ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ ഉണ്ട്. വീണ്ടും മഹാദേവന്റെ ശ്രീകോവിലിന് മുന്നിലെത്തുമ്പോൾ അവിടെ പാകത്തിന് ചൂടുള്ള കുടിവെള്ളം വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് കടക്കുന്നതിന് മുൻപേ നാഗപ്രതിഷ്ഠയിലും തൊഴാം. അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നാൽ അവിടെ നാവോർ പാടിക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. കുറെ അധികം സ്ത്രീകൾ, അതായത് പുള്ളുവത്തിമാർ ഇരിക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് അവരെ സമീപിക്കാം. വീണ്ടും മുന്നിലേക്ക് പോകുമ്പോൾ വാണിഭക്കാരാണ്. അവരുടെ സ്റ്റാളുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് വീണ്ടും പുറത്തേക്ക് കടക്കാൻ. ഇവിടമെല്ലാം ചുറ്റിക്കണ്ട് സന്തോഷത്തോടുകൂടി മടക്കയാത്ര തുടങ്ങി. തിരുവൈരാണിക്കുളത്തെ നടതുറപ്പ് മഹോത്സവവുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിന്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർക്ക് അതുകൂടി കാണാം. വീഡിയോ പ്രയോജനപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം മഹാദേവ്യൈ നമഃ.